പിന്നെ നമ്മുടെ ശനിയാഴ്ച ഉച്ചക്കലത്തെ നമ്മുടെ മെസ്സിലെ ഭക്ഷണമാണ് കേട്ടത്. മീൻ വറുത്തതും പരിപ്പും ചോറും രസം. ഇതാണ് സാധനം കാണിച്ചതായിട്ടത്. പരിപ്പ്, മീൻ വറുത്തത്, രസം. ഇതിലേതാ പരിപ്പ്, ഇതിലേതാ രസം എന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രയേ ഉള്ളൂ. നിങ്ങൾ പറയണം. രണ്ടും ഒരേ ഇതിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയണം. ഈ കാസ്ട്രോളിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോഴേ നല്ല ചൂടുണ്ട്. രാവിലെ ഉണ്ടാക്കിയതാണ്. രണ്ട് കഷ്ണം മീൻ വറുത്തുണ്ട്. നമ്മുടെ നാട്ടിലെ ചോറുണ്ട്, മുട്ട റൈസ്, വലിയരി, പച്ചരിയല്ല വലിയരിയാണ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പരിപ്പായി. ഇതൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണം. പിന്നെ രസമുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നാട്ടിലെ മത്തിയാണ്, മത്തി മീൻ. ഞാൻ കഴിക്കട്ടെ. നിങ്ങളെല്ലാവരും കഴിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ സമയം ഇവിടെ 2:20. അപ്പോൾ നാട്ടിലെ 4 മണിയോട് 1.5 മണിക്കൂർ വ്യത്യാസം ഇവിടുത്തെ. അത് നോക്കിയിട്ട് കാര്യമില്ല. നമ്മളിവിടെ രാവിലെ കഴിക്കുന്നതനുസരിച്ച് നോക്കുമ്പോൾ സെയിം തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ 2:30 തന്നെയാണ്. മത്തി, സംഭവം കുറേ പദാർത്ഥങ്ങൾ നമ്മൾ ആശിച്ചതൊന്നും ഇവിടെ കിട്ടില്ല. നമ്മുടെ നാട്ടിലെ നമുക്ക് സാധാരണക്കാർ കഴിക്കുന്ന അതേ സംഭവം തന്നെയാണ്. അപ്പോൾ ആശിച്ച ഭക്ഷണങ്ങളൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല, ആഗ്രഹിച്ചത് കിട്ടിയെന്ന് വരില്ല. എന്നിരുന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് പോകണമല്ല. സംഭവം നമുക്ക് ചിലവർക്ക് ചമ്മന്തി ആയാലും ഒരു തൈരുണ്ടെങ്കിലൊക്കെ നമുക്കത് സുഖമായിട്ട് കഴിക്കാം. പരിപ്പ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അത് പല രീതിയിലും വയ്ക്കാറുണ്ട്. കുത്തി ചതച്ച് പരിപ്പ് വയ്ക്കും. പരിപ്പ് വേറെ പല രീതിയിലും വയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവും. ഇവിടെ ഒറ്റ രീതി മാത്രമുള്ളൂ. ആ ഒരു രീതിയിൽ തന്നെ ഇവിടെ കിട്ടുള്ളൂ. ഇത് രസമാണ്. ഇത് വേറെ ആരും കഴിക്കാത്ത കാരണം ഞാൻ വിരലിട്ട് ഇളക്കുന്നത് കേട്ടോ. ഞാൻ തന്നെ കഴിക്കണം. നല്ല പൊളിയില്ലേ? അപ്പോൾ അതുപോലെ രാത്രി കഴിക്കാം. കുഴപ്പമൊന്നുമില്ല. സാധാരണക്കാരുടെ മെനു ആണ് കേട്ടോ.
അധികമൊന്നും കഴിക്കില്ലേ, ഇത്രയൊക്കെ കഴിക്കുള്ളൂ. അധികം നമ്മൾ കഴിക്കണ ശരിയല്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഒരു 6 മണി, ഇവിടുത്തെ ഒരു 6 വൈകുന്നേരത്തെ ഭക്ഷണം ശരിയാവും. അത് കഴിക്കും. അത് കഴിക്കണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ അത് എന്തായാലും മേടിച്ചിരിക്കണം. മേടിച്ച് നമ്മൾ എടുത്ത് വെക്കണം. അത് അങ്ങനെ മേടിച്ചില്ലെങ്കിൽ പിന്നെ അത് കിട്ടില്ല. അല്ലെങ്കിൽ അത് നമുക്ക് വേണ്ടാന്ന് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് മേടിച്ച് വയ്ക്കും, പാത്രത്തിലാക്കിയിട്ട് മേടിച്ച് വെച്ചിട്ട് ആവശ്യമില്ലെങ്കിൽ നമ്മളത് കളയാം, എന്ത് വേണം ചെയ്യാം. ഒരു വട്ടം നമ്മൾ ഇത്ര മതി എന്ന് ഒരു വട്ടം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അത് കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ പിന്നെ മെനക്കെടാം. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഉണ്ടാക്കണത്, ഞങ്ങളുടെ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിലാണ് എല്ലാം ചെയ്യണത്. അല്ലാതെ നമ്മുടെ വെളിച്ചെണ്ണ കൊടുന്നിട്ട് വെളിച്ചെണ്ണയിൽ ചെയ്യുന്ന കാര്യങ്ങളില്ല. അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് വ്യത്യാസം വരും. മീൻ വറുക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കഴിച്ചിരുന്ന ശീലം, പുറത്തുള്ളവരൊന്നും വെളിച്ചെണ്ണ ഉപയോഗിക്കത്തില്ല. മറ്റുള്ള രാജ്യങ്ങളിലുള്ളത് നമ്മളാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു ടേസ്റ്റ് നമ്മൾ ചെറുപ്പത്തിലെ കഴിച്ച് ശീലമായ കാരണം ഇതിൽ വറുക്കുമ്പോൾ നമ്മൾ മത്തി വറുത്തതിനോ അല്ലെങ്കിൽ ചിക്കൻ വറുത്തതിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വറുത്തതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാൻ സാധ്യത കുറയും. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന മസാല ആ രീതിയിൽ അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് കുറയും. പിന്നെ അത് വേവിച്ചെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. അതൊക്കെ കൂടി എല്ലാം കൂടി നമുക്കിവിടെ കിട്ടില്ല. ചോറ് എന്ന് പറഞ്ഞാൽ ചോറ്, പരിപ്പ് കറി എന്ന് പറഞ്ഞാൽ പരിപ്പ് കറി, മീൻ വറുത്തത് മീൻ വറുത്തത്. പിന്നെ മോഡലാവണം എന്നൊക്കെ വേണമെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പം അങ്ങനെ ഉച്ചക്കലത്തെ ഭക്ഷണം കഴിഞ്ഞു. ഇനി രാത്രി 6 മണി 6:30 നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. അത് ഏകദേശം ഇത് തന്നെയായിരിക്കും സാധ്യത. അറിയില്ല, എനിക്ക് ഓർമ്മയില്ല എന്താണെന്നുള്ളത്. അടുത്തൊരു ഭക്ഷണവുമായി വീണ്ടും വരാം.